വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കിയ സംഘർഷം ആസൂത്രിതം. ഷഹബാസിനെ കൊല്ലുമെന്ന് പറയുന്ന ഓഡിയോ സന്ദേശം പുറത്ത്. അക്രമത്തിൽ മുഹമ്മദ് ഷഹബാസിന്റെ തലയോട്ടി തകർന്നതായി പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരം. കുറ്റാരോപിതർക്ക് ജാമ്യം നിഷേധിച്ച് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്. വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണവും ആരംഭിച്ചു. വിദ്യാർത്ഥി സംഘർഷത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് ഷഹബാസ് ഇന്നു പുലർച്ചെ 12:30 മരണപ്പെട്ടത്. ചെവിക്കും കണ്ണിനും തലയ്ക്കും ഗുരുതര പരിക്കുണ്ടായിരുന്നു എന്നാണ് ഡോക്ടർമാരിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഞായറാഴ്ച താമരശ്ശേരിയിലെ സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ നടത്തിയ 10ാം ക്ലാസ്സുകാരുടെ യാത്രയയപ്പ് ആഘോഷത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് മുഹമ്മദ് ഷഹബാസിന്റെ മരണത്തിന് കാരണമായത്. പരിപാടിക്കിടെ MJHSSലെ കുട്ടികളുടെ ഡാൻസിന്റെ പാട്ട് നിലച്ചതിനെ താമരശ്ശേരി GVHSSലെ കുട്ടികൾ പരിഹസിച്ചു. ഇതാണ് ആദ്യത്തെ സംഘർഷത്തിന് കാരണം. ട്യൂഷൻ സെന്ററിലെ അധ്യാപകർ ഇടപെട്ട് ഈ പ്രശ്നം അവസാനിപ്പിച്ചെങ്കിലും കുട്ടികൾ സോഷ്യൽ മീഡിയ വഴി ആക്രമണം ആസൂത്രണം ചെയ്യുകയായിരുന്നു. മുഹമ്മദ് ഷഹബാസിനെ കൊല്ലുമെന്നും ആൾക്കൂട്ട ആക്രമണത്തിൽ മരണപ്പെട്ടാൽ കേസ് ഉണ്ടാകില്ലെന്നും പറയുന്ന ഓഡിയോ സന്ദേശവും പുറത്തുവന്നു. ഇതാണ് ഷഹബാസിന്റെ മരണത്തിന് കാരണമായ രണ്ടാമത്തെ ആക്രമണത്തിലേക്ക് നയിച്ചത്. ആക്രമണത്തിൽ മുഹമ്മദ് ഷഹബാസിന്റെ തലയോട്ടി തകർന്നതായാണ് പോസ്റ്റ്മോർട്ടം വിവരം. വലതു ചെവിയുടെ മുകളിലായാണ് തകർന്നത്. പ്രഹരശേഷിയുള്ള ആയുധം ഉപയോഗിച്ചതിനാലാണ് തലയോട്ടി തകർന്നതെന്നും പ്രാഥമിക വിവരം. നേരത്തെ നെഞ്ചക്കുപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് വിദ്യാർത്ഥികൾ പരസ്പരം പറയുന്ന ഇൻസ്റ്റഗ്രാം ചാറ്റ് പുറത്തു വന്നിരുന്നു. ഒരുങ്ങിക്കൂട്ടിയുള്ള ആക്രമണമാണ് നടത്തിയതെന്നും വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തുമെന്നും കോഴിക്കോട് DDE C മനോജ് കുമാർ പറഞ്ഞു. ഒരു സംഘർഷത്തിൽ കുട്ടികൾ മരിക്കുന്നത് വളരെ അപൂർവം എന്നേ പറയാറുള്ളൂ. ട്യൂഷൻ സെന്ററുകളെ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നേരിട്ടുള്ള നിയന്ത്രണം ഇല്ലാത്തതാണ്. എവിടെയൊക്കെയാണ് സ്ഥാപനങ്ങൾ അവരെന്തൊക്കെ ചെയ്യുന്നു, ഇപ്പോൾ DJ പാർട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുട്ടികൾ സംഘർഷം ഉണ്ടാകുന്ന തരത്തിൽ അവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിനെക്കുറിച്ച് വളരെ ഗൗരവമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടികൾ തമ്മിൽ സംഘർഷം ഉണ്ടായത് സാധാരണഗതിയിൽ ഇപ്പോൾ ഉള്ള ഒരു ഐഡിയ അല്ല. ഇത് ആയുധങ്ങൾ അല്ലെങ്കിൽ ഒരുങ്ങിക്കൂട്ടിയുള്ള ഒരു രീതിയിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അക്കാര്യത്തിലൊക്കെ തന്നെ ഗൗരവമായ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങളേതായ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള അന്വേഷണം നടക്കും. ബഹുമാനപ്പെട്ട DGയും അതുപോലെ തന്നെ സംസ്ഥാനത്തു നിന്നും ഇന്നലെ തന്നെ അതിൻ്റെ വിവരങ്ങൾ തേടിയിരുന്നു. പ്രാഥമികമായ റിപ്പോർട്ട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തുടർച്ചുള്ള മറ്റ് കാര്യങ്ങൾ നിയമപരമായി ഇപ്പോൾ റിമാൻഡിലായിട്ടുണ്ട് കുട്ടികൾ. അത്തരം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണം കൂടി വന്നതിന് ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാം എന്നാണ് വിചാരിക്കുന്നത്. സംഭവത്തിൽ ഉൾപ്പെട്ട 5 വിദ്യാർത്ഥികളുടെ പേരിൽ കൊലക്കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. അതോടൊപ്പം വെള്ളിമാടുകുന്ന് ജുവാനയിൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരായ 5 പേരെയും ഒബ്സർവേഷൻ ഹോമിലടച്ചു. അടുത്ത ദിവസം ആരംഭിക്കുന്ന SSLC പരീക്ഷ പോലീസ് നിരീക്ഷണത്തിൽ ഒബ്സർവേഷൻ ഹോമിൽ നിന്നായിരിക്കും ഇവർക്ക് എഴുതാൻ സാധിക്കുക. അതേസമയം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മുഹമ്മദ് ഷഹബാസിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വൈകിട്ട് കെടവൂർ ജുമാ മസ്ജിദിൽ ഖബറടക്കും. ജനം, കോഴിക്കോട്.